ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ മാൻ എങ്ങനെയാണ് സിംഗിൾ വീൽ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ. ആദ്യമേ പോയ വണ്ടിയൊക്കെ രണ്ടാമത് റോഡിലിറങ്ങും. കാര്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മോഡൽ നമ്പറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, CLA 16220. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൊത്തത്തിൽ നിന്ന് ഓൾ റൗണ്ട് ഒന്ന് റൗണ്ട് അടിച്ച് വന്നിട്ട് ഇതിനകത്തോട്ട് കയറിയിട്ട് ഗിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാണ് എയർ ഫിൽറ്റർ ഈ സൈഡിൽ വന്നിരിക്കുന്ന വലതുവശത്ത്. എല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇതിൻ്റെ മറ്റേ നമ്മുടെ ഭാരത് ബെൻസ് ടാറ്റയൊക്കെ അപേക്ഷിച്ച് എല്ലാം വ്യത്യസ്തമാണ്. എയർ ഫിൽറ്ററൊക്കെ ഉണ്ടോ, നല്ല ഭയങ്കര വലിപ്പമുള്ള എയർ ഫിൽറ്ററാണ്. പിന്നെ ഡീസൽ ടാങ്കൊക്കെ ആണെങ്കിലും അത് സിംഗിൾ വീല് വണ്ടിയാണ് കേട്ടോ. സിംഗിൾ വീല് വണ്ടിയായതുകൊണ്ട്
ഡീസൽ ടാങ്കൊക്കെ ആണെങ്കിലും ചെറിയ ഷോർട്ട് ഡീസൽ ടാങ്കാണ്. അതുപോലെ സൈലൻസർ, ഇവിടെ വന്നേക്കുന്ന ഡീസലിൻ്റെ വാട്ടർ സെപ്പറേറ്റർ. ഹബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ മറ്റേ നമ്മുടെ ഭാരത് ബെൻസ് മറ്റ് വണ്ടികളെ പോലെ അല്ല. ഇതിൻ്റെ ഹബ്ബെന്ന് പറയുമ്പോഴത്തേനും ഓയിൽ ഹബ്ബാണ് വന്നിരിക്കുന്നത്. മറ്റേ വണ്ടികളെ പോലെ ഗ്രീസ് അടിക്കേണ്ട സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ പുറകോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ഭാരത് ബെൻസിൻ്റെ ഒക്കെ പോലെ തന്നെ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ളൊരു ബാലൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് നല്ല രീതിയിൽ കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ എയറിൻ്റെ ബ്രേക്കിൻ്റെ ഈ ബൂസ്റ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, എല്ലാം നല്ല ഹെവി സംഭവങ്ങളാണ്. ഈ ചേമ്പറിനകത്ത് വന്ന് എയർ നിറയുമ്പോൾ ഈ പിസ്റ്റൺ ഇങ്ങോട്ട് ഇതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്, എയർ ഡയഫ്രം ഉണ്ട്, അതിങ്ങനെ തള്ളും. അപ്പോൾ ഈ റാഡ് ഇങ്ങോട്ട് തള്ളും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ എയർ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളത് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെവിയാണ്, എല്ലാം നല്ല ഹെവി സംഭവങ്ങളാണ്. അതൊക്കെ കമ്പനി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയത്. മൊത്തം ഈ ഓഫ് റോഡ് അതുപോലെ ക്വാറിയിലൊക്കെ ഓടുന്ന വണ്ടികളാണ് ഇത് കൂടുതലും. ഈ ലൈനിൽ ഓടുന്ന വണ്ടികൾ കാണാൻ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈലേജ് ഇപ്പോൾ തീരെ കുറവാണ്. ഇത് കാര്യപ്രാപ്തി കൂടുതലുള്ള വണ്ടിയാണ്, അതുകൊണ്ട് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് മൈലേജ് കുറവാണ്. ഈ സൈഡിലാണ് സ്റ്റെപ്പിനി ഫിറ്റിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. സൈഡിൽ എയർ ടാങ്ക് ആണ്, അതുപോലെ തന്നെ ബാറ്ററി ബോക്സ്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാബിൻ മറിക്കാനുള്ള ഒരു ജാക്കി സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഈ ക്യാബിൻ ഇങ്ങനെ മറിക്കാൻ വേണ്ടിയുള്ളത്. ഇതാണ് ഹൈഡ്രോളിക്കിൻ്റെ ജാക്കിയുടെ ഓയിൽ റിസർവറാണ്. ഇത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ കൂളൻറ്റിൻ്റെ ഫില്ല് ചെയ്യാനുള്ള ടാങ്കാണ്. ഇനി ഇടതുവശത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെയും ഈ ഒരു ബാഡ്ജിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. CLA 16-220 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സൈഡ് കാഴ്ചയ്ക്ക് വേണ്ടി നല്ല രീതിയിലുള്ള സൈഡ് മിററുകളാണ് കൊടുത്തിരിക്കുന്നത്. കൊണ്ടുവന്ന് ഇത്രയും രീതിയിലായിട്ട് നല്ല രീതിക്ക് ഇറങ്ങിയുള്ള സൈഡ് മിറർ ഇറങ്ങിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറയിലത്തെ വശക്കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ ഡ്രൈവർക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വാർട്ടർ ഗ്ലാസ്സിൽ കൂടെ നല്ല രീതിയിൽ കാഴ്ചകൾ, ബാക്കിലത്തെ കാഴ്ചകൾ സൈഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഫുഡ് സ്റ്റെപ്പൊക്കെ ആണെങ്കിലും നല്ല ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാലേ ചെളിയൊക്കെ ഉണ്ടെങ്കിലും തെന്നാത്ത രീതിയിലാണ് ഫുഡ് സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ലൊരു വാളിൻ്റെ ഒരു തുമ്പ് പോലെ ഉണ്ട്. നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഫുഡ് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റെപ്പ് നമ്മൾ കാണുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഇത് വളഞ്ഞു പോലെയാണ്. പക്ഷേ ഇതുകൊണ്ട് ഇങ്ങനെ തട്ടിയാലും ഇതിങ്ങനെ മാറിക്കൊടുക്കാൻ വേണ്ടി സ്പ്രിങ്ങും സംഭവങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് സിംഗിൾ ലൈറ്റാണ് ഇവിടെ ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ ചീറ്റപ്പുലിയുടെ ഒരു ലോഗോയൊക്കെ കൊടുത്തിട്ടുണ്ട്, മാൻ. പിന്നെ മറ്റു വണ്ടി അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ 3 വൈപ്പറാണ് വണ്ടി വിൻഷീൽഡിൽ കൊടുത്തിരിക്കുന്നത്. 3 വൈപ്പർ. ബമ്പറാണെങ്കിൽ നല്ല കട്ടിക്കുള്ള ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്, മെറ്റൽ ബമ്പറാണ്. പിന്നെ ഇവിടെ ഒരു പ്രൊട്ടക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കയറി ചവിട്ടി നിന്നുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ മുകളിൽ പിടിച്ച് കയറി നിൽക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. റേഡിയേറ്ററിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഇവിടെ നല്ലൊരു ക്രോസ് ബാരിയർ കൊടുത്തിട്ടുണ്ട്. ഈ വശത്തുനിന്ന് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ ഫ്രണ്ടിലും ബാലൻസറുകൾ നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ് വന്നേക്കുന്ന ഒരു പ്രത്യേക ഡിസൈനുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടേ ഗിയർ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇതാണ് വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ക്ലീൻ ചെയ്യാനുള്ള വെള്ളം ഫില്ല് ചെയ്യുന്ന ടാങ്കാണ്. ഇതിനകത്ത് ഒഴിക്കാം. അതൊക്കെ പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ ആ രീതി പറന്ന് പിടിച്ചതാണ്. പിന്നെ ഇത് ആർട്ട് ബ്ലൂ ഇല്ലാത്തൊരു ടൈപ്പ് വണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്ക് ആർട്ട് ബ്ലൂ ഉണ്ട്, ഇതിന് ആർട്ട് ബ്ലൂ ഇല്ല. ഇവിടെ നിന്നുണ്ടാനെ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആക്സിലേറ്റർ കാണാം. ആക്സിലേറ്റർ സാധാരണ കേബിൾ സംഭവങ്ങളൊന്നുമല്ല, നമ്മുടെ ഭാരത് ബെൻസിലൊക്കെ വരുന്ന ആ ഒരു രീതി പോലുള്ള സെൻസർ ടൈപ്പ് ആക്സിലേറ്ററാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ബ്രേക്കിൻ്റെ പെഡൽ. ഡോർപാഡ് ഒക്കെ വന്നിരിക്കുന്നതെല്ലാം ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈനിലാണ്. അപ്പോൾ വണ്ടിയുടെ ഡ്രൈവർ സീറ്റ് കയറി നിന്ന് കൊണ്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ. എൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ലോക്കൊക്കെ അതിൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ ഡ്രൈവർ സീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ കാഴ്ചകളെല്ലാം നല്ല രീതിക്ക് ഇവിടെ ഇങ്ങനെ കാണാം. അവിടെ നോക്കിയാൽ അവിടെ നല്ല രീതിക്ക് ബാക്ക് സൈഡ് കാണാം. പിന്നെ ഫ്രണ്ട് ആ ടയറിൻ്റെ ആ ഒരു തൂക്ക് ആ ഒരു സൈഡ് മിററിൽ കൂടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. സ്റ്റിയറിംഗ് ആണെങ്കിൽ എല്ലാം മറ്റ് വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ് മാനിന് വന്നിരിക്കുന്നത്. പിന്നെ ഈ കോമ്പിനേഷൻ സ്വിച്ച് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടതുവശത്താണ് വന്നിരിക്കുന്നത്. മറ്റ് വണ്ടികളിലൊക്കെ വലതുവശത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടതുവശത്താണ് വന്നിരിക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഇത് വൈപ്പറിൻ്റെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ വെള്ളം അടിക്കാനുള്ള സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹെഡ് ലൈറ്റ് ഓണാക്കാനുള്ള കോമ്പിനേഷൻ സ്വിച്ച് എല്ലാം ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. വൈപ്പർ എല്ലാം അതേ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിലേക്ക് നോക്കുവാണെങ്കിൽ വലിയൊരു സ്പീഡർ മീറ്റർ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു കോളത്തിൽ എയർ മീറ്ററുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടതുവശത്തായിട്ട് തന്നെ ഫ്യൂവൽ ടാങ്കിൻ്റെ ലെവൽ അറിയാനുള്ള മീറ്റർ, ഫ്യൂവൽ മീറ്റർ. പിന്നെ വലതുവശത്ത് വന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ ടെമ്പറേച്ചർ മീറ്റർ, തൊട്ട് മുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു RPM മീറ്റർ. പിന്നെ ഇത് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്ന 4 സൈഡ് ഇൻഡിക്കേറ്റർ, ലൈറ്റ് ഉള്ള സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മറ്റ് റീഡിങ്ങും മീറ്ററുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്, വാണിംഗ് ലൈറ്റുകളൊക്കെ. ടോട്ടൽ കിലോമീറ്റർ അറിയാനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ഡിജിറ്റൽ മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ കാണുന്ന സ്വിച്ചുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കൺട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ AC-യുടെ കൺട്രോളുകളാണ്, അത് AC-യുടെ വെൻറ്റുകളാണ് ഇതൊക്കെ. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് ഡെമ്മി നമുക്ക് എന്തെങ്കിലും സ്വിച്ചുകൾ പിടിപ്പിക്കാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്വിച്ചുകളെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ആദ്യത്തെ സ്വിച്ച് എൻജിൻ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എൻജിൻ സ്വിച്ചിൻ്റെ ഓൺ ഓഫ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ റോട്ടറി സ്വിച്ച് നമ്മുടെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ ഡിഫ്ലക്ഷൻ ലോക്കാണിത്. അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചള്ളക്കകത്തൊക്കെ കറങ്ങി നിൽക്കുകയാണെങ്കിൽ, ഒരു സൈഡ് തന്നെ കറങ്ങുവാണെങ്കിൽ ഈ സ്വിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു 2 സൈഡിൽ വീടും ഒരുപോലെ തന്നെ കറങ്ങി പിടിച്ച് കയറി പോകാൻ വേണ്ടിയുള്ളൊരു സ്വിച്ചാണിത്, ഡിഫ്ലക്ഷൻ ലോക്ക്. പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇത് ഹാൻഡ് ബ്രേക്കാണ്. ഈ കൊടുത്തിരിക്കുന്ന ഹാൻഡ് ബ്രേക്ക്. ഇത് നമ്മുടെ ടിപ്പ് പോക്കാൻ വേണ്ടിയുള്ള എയറിൻ്റെ കൺട്രോൾ സ്വിച്ചാണ്. അപ്പോൾ അതിങ്ങനൊരു യൂണിറ്റായിട്ടാണ് അതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗിയറിൻ്റെ ആ ഒരു ലെറ്ററൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ചെറിയ വണ്ടി 12 പേരിൻ്റെ സെയിം ഒരു ഗിയർ പാറ്റേണാണ് ഇതിന് വരുന്നത്. അതായത് ഫസ്റ്റ് ഗിയർ ഇങ്ങനെ മുന്നോട്ട് വരും. ഫസ്റ്റ് ഗിയർ ഇങ്ങനെ മുന്നോട്ട് വരും. പിന്നെ റിവേഴ്സ് ഗിയർ വരുന്നത് ഇങ്ങനെ ഇടത്തോട്ട് ഇങ്ങനെ മാറിയിട്ട് നേരെ പുറകോട്ടാണ് ഇതിൻ്റെ റിവേഴ്സ് ഗിയർ വരുന്നത്. പിന്നെ ഫസ്റ്റ് ഗിയർ, അതിന് സെക്കൻഡ്, പിന്നെ തേർഡ്, അങ്ങനെയാണ് ബാക്കി ഗിയറുകൾ വരുന്നത്. അപ്പോൾ 6 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറുമാണ് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ 12 പേരിൻ്റെ സെയിം ഗിയറാണ് വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ബെർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം വണ്ടിയുടെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള മുകളിൽ ബെർത്ത് ഇതുണ്ട്. ഇവിടെ ഈ സൺഷെയ്ഡൊക്കെ ആണെങ്കിൽ 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ AC ഒക്കെ ഏതെങ്കിലും രീതിക്ക് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്നുള്ള കാറ്റ് കയറാൻ വേണ്ടി ഇതുണ്ട്. ഇവിടെ ഒരു റൂഫ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ചുമ്മാ AC വേണ്ടെന്ന് വെച്ച് AC ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് കയറും. ഇതിങ്ങനെ ലോക്ക് ചെയ്തിടാം. കോ ഡ്രൈവർക്കൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഈ വണ്ടിക്ക് ഉള്ളൂ. ഇവിടെ ഈ സൈഡിൽ ഒരു ആൾക്കിരിക്കാനുള്ള സീറ്റിംഗ് സെറ്റപ്പേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സീറ്റൊക്കെയാണെന്ന് പറഞ്ഞാൽ സാധാരണ എയർ സീറ്റ് സംവിധാനങ്ങളൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ എൻജിൻ സ്വിച്ചിൻ്റെ ഇത് പോയിട്ട് സെപ്പറേറ്റ് ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇവിടെ സ്വിച്ച് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞെക്കിയാണ് ഫുഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞെക്കിയാണ് സ്റ്റാർട്ടാക്കുന്നത്. ഹാൻഡ് ബ്രേക്ക്